നമസ്കാരം. മലയാളിയുടെ എഴുത്തു വഴിയിലെ വേറിട്ട വ്യക്തിത്വം, സിനിമാ ലോകവും സാഹിത്യ ലോകവും എന്നും അനുസ്മരിക്കുന്ന പി പത്മരാജൻ അഥവാ നമ്മുടെ പപ്പേട്ടൻ. അദ്ദേഹത്തിന് പകരം വെക്കാൻ വേറൊരാളും ഉണ്ടാവുമോ എന്നെനിക്ക് പറയാൻ കഴിയും. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ 2 സിനിമകളിൽ മൂന്നാം പക്കവും കരിയിലക്കാറ്റ് പോലെയും എന്ന സിനിമകളിൽ അഭിനയിക്കുവാനും സഹകരിക്കുവാനും അവസരം കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ്. പി പത്മരാജൻ എന്ന പ്രതിഭയുടെ ഓർമ്മകൾക്ക് പുതുകാലത്ത് സുഗന്ധം പകരുന്നത് ശ്രീ അനന്ത പത്മനാഭനിൽ കൂടിയും ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എഴുത്തുകാരനും കഥാകൃത്തുമായ അനന്ത പത്മനാഭനെ സഹർഷം സ്വാഗതം ചെയ്യും. വെൽക്കം അനന്ത പത്മനാഭൻ. വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങളുടേത്. ഈ പപ്പേന്റെ വീട്ടിൽ എനിക്ക് ഏകദേശം 38-40 വർഷത്തിന് മുമ്പ് വരാനിടയായിട്ടുണ്ട്. താങ്കൾക്ക് ജീവിതത്തിൽ ഈ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പ്രയാണത്തിൽ ഏകദേശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 120-ൽ പരം കഥകൾ, 15-ൽ പരം നോവലുകൾ, 36-ഓളം സിനിമകൾ, ഇതിലൊക്കെ ഈ സഞ്ചരിക്കാനൊരു അവസരം അങ്ങയുടെ ജീവിതത്തിലുണ്ട്. കുറെ മുക്കാലും അമ്മയും മകനും കൂടി സഞ്ചരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം താങ്കൾക്കും തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുകഥകളാണ് അദ്ദേഹത്തിന്റെ നിച്ച് അല്ലെങ്കിൽ ഒരു ഫോക്കൽ പോയിന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുകഥകൾക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടോ? അച്ഛനാകെ ഒരു റെക്കഗ്നീഷൻ കിട്ടാത്ത ഏക മേഖല നോവലിനെ കിട്ടിയിട്ടുണ്ട്, തിരക്കഥയ്ക്ക് കിട്ടിയിട്ടുണ്ട്, സിനിമ സംവിധാനത്തിന് കിട്ടിയിട്ടുണ്ട്, സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. വ്യാപരിച്ചതിൽ അച്ഛന്റെ ഏറ്റവും ശക്തമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു മേഖല ചെറുകഥയുടെ ഒരു ശക്തി, ആ ഒരു ഫോക്കൽ ഫോക്കസ് എന്ന് പറയുന്നത് തന്നെയാണ്, ഏകാഗ്രത തന്നെയാണ് പൊതുവിൽ അച്ഛന്റെ മറ്റ് സൃഷ്ടികളിലും വ്യാപരിച്ചു കണ്ടത്. ചെറുകഥയുടെ ഒരു സൂക്ഷ്മത തന്നെയാണ് സിനിമയുടെ തിരക്കഥയിലും ഒട്ടും തുളുമ്പാതെ തൂവാതെ എഴുതാൻ പറ്റുന്നത്. കാരണം ചെറുകഥ ഉണ്ടാക്കിയ ഒരു ഡിസിപ്ലിനാണ് വളരെ ബ്രെവിറ്റി എന്ന് പറയുന്നത്, ബ്രെവിറ്റി ആ ഒരു സൂക്ഷ്മത, അതാണ് സാഹിത്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു അവാർഡ് പോലും കിട്ടാത്ത ഏക മേഖല ചെറുകഥയാണ് എന്നുള്ളത് വലിയ പാരഡോക്സ് ആയിട്ട് തോന്നാണ്. അങ്ങനെ നോക്കുമ്പോ ഈ പുതുതലമുറകൾ ഈ സാഹിത്യ ചർച്ചകളിലും മറ്റും അദ്ദേഹത്തിന്റെ പേര് വേണ്ട രീതിയിൽ കേൾക്കുന്നില്ല. ഒരു പാർശ്വവൽക്കരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം അതിന് ഒരിക്കൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ പറഞ്ഞൊരു, അദ്ദേഹം വളരെ ഫ്രീ ആയിട്ടിരുന്ന ഒരു സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഈ സാധാരണ നമ്മൾ ഈ സാഹിത്യ രംഗത്തൊക്കെ അവരുടെ കാലത്ത് വരുമ്പോൾ തിരുവോന്മാരെ ഒന്ന് ഗൗനിക്കണം. നമ്മുടെ മലയാള സാഹിത്യത്തിലെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പറയുന്ന ഒന്ന് ഗൗനിക്കണം. നിന്റെ അച്ഛൻ അങ്ങനെ കാര്യം മൈൻഡ് ചെയ്തിട്ടില്ല. ഇവരെ വിളിച്ച് ഇടയ്ക്ക് മറ്റേ സൊറ പറയുക, ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് കൂടുക, അങ്ങനെ യാതൊന്നിനെ പറ്റി അച്ഛൻ ബോധറായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം കുറച്ച് പേര് മാത്രമേ അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും കെ പി അപ്പൻ സാറിനെ പോലെ അല്ലെങ്കിൽ അച്യുതൻ സാറിനെ പോലെ ഒക്കെ പലരും കൃഷ്ണനായർ സാർ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട്, പലപ്പോഴും വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് സിനിമയിലേക്കൊന്ന് മാറിയപ്പോഴത്തേക്കും ഇവരെല്ലാം പിന്നെ അദ്ദേഹത്തിനെ സിനിമാക്കാരനെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തി. പക്ഷെ സിനിമാക്കാരനായതിനു ശേഷം അച്ഛൻ എത്രയോ 4-5 നോവലുകൾ അതിന് ശേഷമാണ്. തീർച്ചയായിട്ടും സിനിമയിലേക്ക് പോയപ്പോൾ സാഹിത്യത്തിന് വലിയ കൈമോശം സംഭവിച്ചിട്ടുണ്ട്, അത് യാതൊരു സംശയമില്ല. കാരണം വളരെ പ്രൊലിഫിക് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ 80-ലധികം ചെറുകഥകളും ഏകദേശം 8-10 നോവലുകളും എഴുതുന്നത് പിന്നെ സിനിമയിലേക്ക് വരുന്നതിന് ശേഷമാണ്, വരുന്നതിന് മുമ്പാണ്. 20-ാം വയസ്സിലാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു യാത്ര തുടങ്ങുന്നത് ഒരു സാഹിത്യ ലോകം. കഥ ആദ്യം കൗതി
കെ ബാലകൃഷ്ണന്റെ കൗമുദിയിൽ ആദ്യം വരുന്ന 20-ാം വയസ്സിലാണ്. ആകാശവാണിയിൽ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞൊരു ഒഴുക്കായിരുന്നു. ശരിക്കും ഒരു 25-ാം വയസ്സായപ്പോഴത്തേക്കും ആദ്യത്തെ നോവൽ വന്നു. അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നു. അത് കഴിഞ്ഞ് അധികം താമസിച്ചത് 75 ആകുമ്പോഴത്തേക്കും സിനിമയിലേക്ക് പോയി. ഒരു 5 years ഉണ്ടായിട്ടുള്ളൂ. ആ 5 വർഷത്തിനിടയ്ക്ക് പക്ഷേ എനിക്കൊന്ന് ഈ പറയുന്ന 8-10 നോവലുകളോളം അതൊരു വലിയ വോളിയമാണ്. കാരണം വലിയ നോവലുകളാണ്. വാടകയ്ക്കൊരു ഹൃദയമൊക്കെ പോലുള്ള വലിയ നോവലുകൾ ആ കാലഘട്ടത്തിലാണ്. 75-ൽ പ്രയാണത്തോടുകൂടി സിനിമയിലേക്ക് ശരിക്കും പോവുകയായിരുന്നു. 76-ൽ അച്ഛൻ എഴുതുന്നത് 77-ൽ 6 തിരക്കഥകളാണ്. 6 സിനിമകളുടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിൽക്കാൻ വയ്യാത്ത അത്രയും തിരക്ക്. എന്നിട്ടും അതിനിടയ്ക്ക് അച്ഛൻ നോവലുകൾ എഴുതി. അതിന്റെ ഇടയ്ക്കാണ് ഉദകപ്പൂൺ എഴുതുന്നത്. 76-77 കാലഘട്ടത്തിലാണ് ഉദകപ്പൂൺ എഴുതുന്നത്. താമസിയാതെ പെരുവഴിയമ്പലം എഴുതുന്നത് 77-ൽ തന്നെ. ഈ നോവലുകൾ ഈ തിരക്കഥകൾ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ അതും എഴുതാൻ സമയം കണ്ടെത്തി. അതൊരു വലിയ നമുക്ക് ഇമ്പോസിബിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അവസാനത്തെ 15 വർഷക്കാലം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ കഥ എഴുതാൻ സമയം കിട്ടിയില്ല. വളരെ കുറവാണ്. അതിനിടയിൽ അവസാന കാലത്ത് മരിക്കുന്നതിന് 6 മാസം മുമ്പ് 2 നോവലുകൾ, മഞ്ഞുകാലം തോറ്റ കുതിരയും പ്രതിമയും കാര്യമായി. ഇപ്പോഴും അത് 2 പുസ്തകങ്ങളും നന്നായി വിറ്റുപോകുന്നു. ഇപ്പോഴും അത് സിനിമയാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു. വളരെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ അത് സിനിമയായി കാണാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതൊരു പറഞ്ഞ ഭയങ്കര ഒരു ഫൗണ്ടൻ ഓഫ് ക്രിയേറ്റിവിറ്റിയാണ്. വളരെ പ്രൊലിഫിക്. അങ്ങനെ അതിന്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്താണ് മരിക്കുന്നത്. സിനിമ കൊണ്ട് മാത്രമല്ല പറയുന്നത്, എഴുത്തിന്റെ കാര്യത്തിൽ അവസാനം എഴുതുന്ന ചെറുകഥ എന്ന് പറയുന്നത് ഓർമ്മ എന്ന് പറയുന്നത് 89. അതാണോ തന്മാത്ര? അതാണ് തന്മാത്ര. അതുപോലും എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരുന്നു. കാരണം അന്ന് ഈ അൽഷിമേഴ്സ് ഒന്നും അന്ന് അങ്ങനെ ഒരു പേരില്ല. അങ്ങനെ ഒരു ഓർമ്മക്കുറവ്, മറവി എന്നൊക്കെ ഇത് മാത്രമേ. അതുപോലെ ഇപ്പോഴും ബ്ലസി ഇപ്പോഴും പറയുന്നത് ഇനിയും വേണമെങ്കിൽ ആ കഥയിൽ നിന്ന് ഒരു സിനിമ ഇനി ഉണ്ടാക്കാം. കാരണം അതിന്റെ ഒരു ചെറിയ ബീജം എടുത്ത് അദ്ദേഹം വേറൊരു സിനിമയാക്കുകയാണ്. പ്രമേയം കുറെ മാറ്റി. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അച്ഛൻ ജീവിച്ചിരുന്നതിനേക്കാൾ അച്ഛന്റെ സൃഷ്ടികൾ, പ്രത്യേകിച്ച് സാഹിത്യ സൃഷ്ടികൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇക്കാലത്താണ്. സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം തിരുവനന്തപുരമറിയായിരിക്കുമല്ലോ, ഇറങ്ങുന്ന സമയത്ത് തൂവാനത്തുമ്പികൾ ഒരു ഹിറ്റൊന്നുമല്ല. ഒരിക്കലും അല്ല. അത് എങ്ങനെയോ ഈ തിയേറ്ററുകളുടെ കാര്യത്തിൽ തടിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അതിന് സിനിമയുടെ പ്രൊഡക്ഷനിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പിന്നെ ലാലേട്ടനും ഗാന്ധിപതി ബാലനും ഒക്കെ ഇൻവോൾവ് ചെയ്ത് കേട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നു. പക്ഷെ അതൊരു ക്ലാസിക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ചെറുപ്പക്കാരതിനെ കൊണ്ടാടുന്നു. അച്ഛൻ ഒരിക്കലും തൂവാനത്തുമ്പികൾ അച്ഛന്റെ ഏറ്റവും മികച്ചതിൽ പറഞ്ഞിട്ടില്ല. 3-ാം പക്കം പറഞ്ഞു. അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ പറഞ്ഞു. അല്ല, 3-ാം പക്കം ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു. ഇപ്പോഴും മനസ്സിനെ അങ്ങോട്ട് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ജനങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം. വീടിനപ്പുറത്ത് നടന്നൊരു സംഭവം പിന്നെ അത് ഫിക്ഷണലൈസ് ചെയ്താണ്. ഇവിടുന്ന് ഇതുപോലെ അനുശേഷം എന്ന് പറഞ്ഞ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് നെയ്ബറായിരുന്നു. കുളിക്കാൻ പോയി, ഇതുപോലെ കാണാതായി. അത് ഈ 78 കാലത്താണ്. അന്ന് ഇവിടെ ഈ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. അന്ന് ഇവിടുത്തെ കൗൺസിലർ പൂജപ്പുരം ഉണ്ണിയണ്ണൻ എന്ന് പറയും. അദ്ദേഹം അടക്കം എല്ലാ കാര്യങ്ങൾക്കും വന്നിരുന്നത് ഇവിടെ. ആ മരണത്തിന് അച്ഛൻ കൂട്ടു നിന്നിട്ടുണ്ട്. അതുകൂടാതെ പിന്നീട് എപ്പോഴും എഴുതാൻ പോയപ്പോൾ ഇതുപോലെ 3 ചെറുപ്പക്കാർ കോടത്തിരുന്ന് കുറെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വൈകിട്ട് നടക്കാൻ പോയപ്പോ ഇങ്ങനെ 3 പേര് അവിടെ ഇരിക്കുന്നതും ഒരു നാട്ടുകാരൻ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ കുളിക്കാൻ പോയി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് അതൊക്കെ ആണ്. അന്ന് അച്ഛൻ പിന്നെ അവിടെ കിടന്നില്ല, തിരിഞ്ഞു പോകുന്നു. അവിടെ ഡിസ്റ്റർബായി. എനിക്ക് അപരൻ എഴുതുന്ന സമയത്താണ്. അത് കഴിഞ്ഞ ഉടനെ എഴുതുന്ന 3-ാം പക്കം. അതെ, അപരന്റെ 100-ാം ദിവസം ആഘോഷിച്ച് വട്ടക്കോട്ടയിലെ ഒരു ഹോട്ടൽ വെച്ചായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ക്ലൈമാക്സ് സീൻ എടുക്കുന്ന എൻ്റെ ദിവസങ്ങളെ 3-ാം പക്കത്തില് ഈ അമ്പിളിച്ചേട്ടനും തിലകൻ ചേട്ടനുമായി ഇതുപോലെ ഇനിയൊരു ആൾക്ക് അഭിനയിക്കാൻ പറ്റിയില്ലല്ലോ.
ആ ഒരു ഭാഗ്യമാണ്. എൻ്റെ ഒരു ആ രണ്ടുപേരുടെയും കൂടെ ഉണ്ടല്ലോ. രണ്ടുപേരും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് രാസുലഭ എന്നൊക്കെ പറയുന്ന യഥാർത്ഥ അർത്ഥത്തിൽ ഒരു അനർഘ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്ന അനുഭവമായിരുന്നു. ഞാൻ പപ്പേട്ടനോട് ഇങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്ന കൂടുതൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു കൗതുകത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. ഒരു ഘന ഗാംഭീര്യമുള്ള ശബ്ദം, തീഷ്ണമായ കണ്ണുകൾ, ആ താടിയൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മഹർഷി തുല്യന് ആയ പോലെ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു നടൻ വിനീതൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചിന്മയാനന്ദജിയുടെയോ ഓഷോയുടെയൊക്കെ കണ്ണുകളുടെ തീർച്ചയായും വളരെ മെസ്മറൈസിങ് പേഴ്സണാലിറ്റിയാണ്. ഒരു കരിസ്മാറ്റിക് എന്ന് കൂടെ ഞാൻ പറയട്ടെ. മൂന്നാം പക്കത്തിൽ തിലകൻ ചേട്ടനെ മാത്രമേ ആ റോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അന്ന് ഡിസ്കഷൻ വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അനന്തപത്മനാഭൻ എന്ന വ്യക്തി പപ്പേട്ടനെ അച്ഛൻ എന്നതിലുപരി എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്. രണ്ട്, അങ്ങയുടെ ഈ അനന്തപത്മനാഭന്റെ വ്യക്തി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും എല്ലാ പിതാക്കന്മാരും അവരുടെ പുത്രന്മാരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കും. കുറെ ജീവിതങ്ങൾ അവർ തന്നെ കരുപ്പിടിപ്പിക്കുകയും ചെയ്യും. എന്റെ ജീവിതം അങ്ങനെ കരുപ്പിടിപ്പിച്ചു എന്ന് പറയാനുള്ള ഒരു പ്രായം എത്തുമ്പോഴത്തേക്കും അച്ഛൻ പോയി. 29 വയസ്സാകുമ്പോഴത്തേക്കും അച്ഛൻ മരിച്ചു. പക്ഷേ അച്ഛൻ തന്ന ഒരു വലിയ ഉപദേശം മരിക്കുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത്. എത്ര സിനിമാ സംവിധായകർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചെയ്യാനേ പോകരുത്. അച്ഛന് എഴുതുന്ന ഇഷ്ടം. ഞാൻ എഴുതുന്ന കഥകൾ അന്നൊക്കെ ചെറുതായിട്ട് കുറിക്കുമായിരുന്നു. ഈ കഥകൾ മദ്രാസിലെ അച്ഛൻ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനൊക്കെ പോകും. ഇന്നലെയുടെയൊക്കെ സമയത്ത് അച്ഛന്റെ കൂടെ ഇരുന്ന ആളുകളോടും ഒക്കെ ഈ കഥകൾ അച്ഛൻ പറഞ്ഞ് രസിക്കുന്നത് അവൻ എഴുതിയ ഒരു കഥയാണ് എന്ന് പിന്നീട് അച്ഛൻ മരിച്ചതിന് ശേഷം എന്റെ അടുത്ത് ഗോപിനാഥ് എന്നായിരുന്നു സീസണിന്റെ നിർമ്മാതാവ്, അതിൽ ജോഷി മാത്യു അച്ഛന്റെ സന്തതയായിരിക്കും. അപ്പൊ പപ്പൻ എഴുതിയ കഥയൊക്കെ പപ്പനോടൊന്ന് പറയുമായിരുന്നു. ഭയങ്കര അഭിമാനത്തോടുകൂടി അത് പറയുമായിരുന്നു എന്നുള്ള എനിക്ക് വലിയൊരു സന്തോഷവും അതൊരു വലിയ അംഗീകാരമാണ്. അല്ല, ഞാൻ ഈ ഇടയ്ക്ക് ജോഷി മാത്യു സാറുമായിട്ടൊരു പടത്തിൽ വർക്ക് ചെയ്യാനിടയായി. അദ്ദേഹത്തിന്റെ അനുസ്മരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മറ്റു പലരെക്കാളും കൂടുതൽ പറയാൻ പറ്റുന്ന, പക്ഷെ എന്നെക്കാട്ടിലും നേരത്തെ അറിയുന്നതാണ്. കണ്ടിട്ടുണ്ട് 70-ലോ മറ്റോ പിന്നെ 71-ലോ മറ്റോ അദ്ദേഹം, ഞാനൊക്കെ എന്താ ഒരു ബിഫോർ ഐ വാസ് കൺസീവ്ഡ് അദ്ദേഹം KSUവിന്റെ ഭാരവാഹിയായിട്ട് ഏതോ ഒരു വിദ്യാർത്ഥി എന്തോ വിളിക്കാമെന്ന് അങ്ങനെ പരിചയപ്പെട്ടതാണ്. പക്ഷെ ആ സൗഹൃദം അവസാനം വരെയും ഉണ്ടായിരുന്നു. ഏകദേശം 22-23 വർഷം ഉള്ള ഒരു വലിയ സൗഹൃദമായിരുന്നു. അനന്തപത്മനാഭൻ എഴുത്തിന്റെ വഴികളിൽ കൂടിയും സഞ്ചരിക്കുന്നുണ്ട്. കഥകൾ എഴുതുന്നുണ്ട്. പക്ഷെ തോന്നുമ്പോൾ മാത്രം എഴുതുന്ന ഒരു വ്യക്തിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം പിന്നെ വേണമെങ്കിൽ എഴുതാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു എഡിറ്റർ ഉണ്ട്. കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്ന വലിയ മാതൃകകളാണ് ഒരാൾ എഴുതി വെച്ച് പോയ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു അറിയാതെ ഒരു സംയോജനം അല്ലെങ്കിൽ ഒരു നടക്കും. അതെ, മാത്രമല്ല ഒരു കഥ എഴുതുന്നതിന് മുമ്പ് എനിക്കൊരു ലേഖനം വളരെ ഈസി ആയിട്ട് എഴുതി കൊടുക്കാം. എത്രയോ പേർക്ക് പല ആമുഖങ്ങളും. പക്ഷെ പിന്നെ എനിക്കൊരു കഥ എഴുതണമെങ്കിൽ അതിന് വലിയൊരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ആദ്യത്തെ ഒരു പെട്ടെന്ന് എഴുതിയിരുന്നു. ആദ്യം തുടക്കകാലത്തിന്റെ ഞാൻ ഈ പഴയ ചെറുകഥകളിയുടെ വീണ്ടും ഇറങ്ങി. പലരും പറഞ്ഞിട്ടാണ്, കാരണം അത് വളരെ ജൂലൈയിലാണെന്ന് തോന്നിയതുകൊണ്ട് രണ്ടാമത് ഇറക്കിയിരുന്നില്ല. അന്ന് നന്നായിട്ട് വിറ്റുപോയിരുന്നു, എനിക്ക് നഷ്ടപ്പെടാതെ. അപ്പൊ എന്റെ ആമുഖത്തിൽ എഴുതിയിരുന്നു, ആദ്യ വസന്തത്തിന്റെ മതപ്പാടിൽ പുതിയ വാക്കുകൾ കൊണ്ട് നന്ദനം തീർക്കുവാനുള്ള ഒരു ആവേശം ഈ കഥകളിൽ കാണാം എന്നാണ് അന്ന് അങ്ങനെ എഴുതിയിരുന്നു. MA ഒക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ എഴുതിയിരുന്ന മുഴുവൻ മാതൃഭൂമിയിലും കലാകൗമുദിലുമാണ്. ഏറ്റവും അഭിലഷണീയമായ ഡിസൈറബിൾ ആയിട്ടുള്ള പീരിയോഡിക്കൽസ്. അന്ന് ഒരു 20 വയസ്സുകാരന് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് NT വാസുദേവൻ നായരും S ജയചന്ദ്രൻ നായരും പോലുള്ള അവരങ്ങനെ വെറുതെ ഓപ്പൺ ആയിട്ട് സത്യസന്ധമായി വിമർശിക്കുന്നവരാണ്. അവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ വായിക്കുമ്പോൾ തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും അവരന്ന് പബ്ലിഷ് ചെയ്തു. അതിലെ നമ്പൂതിരിയുടെ പടങ്ങൾ വന്നു. വലിയ അംഗീകാരമാണ്. 21 പിന്നെ എനിക്കൊന്ന് ആ കാലഘട്ടത്തിൽ ആ വയസ്സില് അങ്ങനെ ഒരു ഇത്രയും ഡെപ്പിക്ഷൻ നമ്പൂതിരിയുടെ ഒക്കെ ഡെപ്പിക്ഷൻ കൂടി 20 വയസ്സ് തൊട്ട് 22 വയസ്സിനിടയ്ക്ക് ഞാൻ 7 കഥകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വളരെ കുറഞ്ഞു. ഇപ്പം പുതിയ ഏതെങ്കിലും പണിപ്പുരയിലാണ്?
ഇല്ല. അതിനുശേഷം പിന്നെ പിന്നെ ഈ ആദ്യത്തെ കഥാസമാരമാണ് 2000-ന് ശേഷമാണ്. ഈ 24 വർഷത്തിനിടയ്ക്ക് ഞാൻ ആ 7 ഒരു നോവലറ്റ് അടക്കം 7 കഥകൾ എഴുതിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആ മാധ്യമത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനവും അതിനോടുള്ള ഒരു ഭയവും, സത്യം പറഞ്ഞ കഥ എഴുതാൻ ഭയങ്കര പേടിയാണ്. ഒരു ലേഖനം എഴുതുന്ന പോലല്ല. കാരണം എനിക്കറിയാം വാട്ട് ഈ ഷോർട്ട് സ്റ്റോറി, പഠിച്ചത് ലിറ്ററേച്ചറായിരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എഴുതുള്ളൂ. ഇംഗ്ലീഷ് പരപ്പനാൻ സാറിന്റെ സിനിമകളിൽ വളരെ വ്യത്യസ്തവും, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ ഒരിടത്തൊരു ഫയൽമാൻ, അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ചിത്രമാണ്. അതെ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒരിടത്തൊരു ഫയൽമാൻ ശരിക്കും ഒരു ഫാന്റസിയുടെ ഭയങ്കര രസമുള്ള ചില തൂവലുകൾ അതിലുണ്ട്. കാരണം അങ്ങനെ ഒരു ഫയൽമാൻ ഒരു റിയാലിറ്റിയിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതൊരു ഫേബിളിന്റെ ഒക്കെ ഒരു ഭാഗത്ത് ഒരിടത്തൊരു ഒരു കഥ പറഞ്ഞ നാടോടി കഥയുടെ ഒരു ഇതിലാണ് അത് വരുന്നത്. ഒരു പരകായ പ്രവേശമൊക്കെ വരുമ്പോൾ അതെ. അപ്പൊ അതൊരു കുറെയൊക്കെ ഫാൻസിയുടെ അത് ആ സമയത്ത് പവിത്രനിലൂടെ കുറച്ച് ഫാന്റസിയുടെ എലിമെന്റ്സ് ഉണ്ട്. അതൊരിക്കലും റിയാലിറ്റിയിൽ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റില്ല. എന്നാൽ വളരെ റിയലിസ്റ്റിക് ആണ് അവർ പറയുന്നത്. ഏറ്റവും പച്ച നമ്മുടെ സംസാര ഭാഷയിലാണ്. എനിക്കൊന്ന് ആ മലയാളത്തിൽ ഈ റിയലിസം, ഇപ്പൊ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്, അതിന്റെയൊക്കെ തുടക്കം അച്ഛനും ജോർജ് സാറും ഒക്കെ തുടങ്ങി വെച്ച ആ കോലങ്ങൾ, ആ കാലത്ത് ജോർജിന്റെ കോലം ഇപ്പൊ നമ്മള് എന്ത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഫയൽമാൻ, കളൻപൂത്തിലൊക്കെ നമ്മുടെ സംസാര ഭാഷ ഏറ്റവും ഓണാട്ടുകാരുടെ ഏറ്റവും ഭംഗിയുള്ള പ്രയോഗങ്ങൾ കേൾക്കണമെങ്കിൽ ഇപ്പൊ ആ സിനിമയൊക്കെ കാണണം എന്ന് തോന്നുന്നു. ഇവിടെയും നമുക്ക് ഡ്രാമ എവിടെ ഇല്ലല്ലോ അങ്ങനെ. അല്ല, ഞാൻ പറയും മറ്റു കഥാപാത്രം, ഇപ്പൊ കള്ളം പൗത്രനാണെങ്കിലും ഇനോ അതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ, സക്കറിയ ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരുന്നവരാണ് കുറെ. പക്ഷേ കംപ്ലീറ്റ്ലി ഒരു ഫയൽമാന്റെ ഒരു പിന്നെ ഒരു മാതൃകയായിട്ട് അച്ഛൻ എഴുതിയ ഒരു അനുബന്ധം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിനകത്ത് മേശരിയുണ്ട്, ഫയൽമാനും ഉണ്ട്. പക്ഷെ ഈ കഥയല്ല, ആ പരിപ്രേക്ഷ്യമാണ്. ഇതുപോലൊരു പെണ്ണിനെ പറ്റിച്ച കഥയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ സൂചന മാത്രമാണ്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അത് വേറെ സിനിമയായി മാറുകയാണ്. നമ്മളിപ്പോ ഒരു ടൈം പീരീഡ് വെച്ചൊരു മൂവി അക്കാലത്ത് ചിന്തിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. അരപ്പെട്ട കെട്ടിയ ഗ്രാമം, അത് 48 മണിക്കൂർ നടക്കുന്ന സംഭവമല്ലേ. വിഷു തലേന്ന് വന്ന് വിഷു പുലരിയിൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പുതിയ ഇങ്ങനെ ഈ ടൈം പീരീഡിനകത്ത് 72 മണിക്കൂർ, പല 18 മണിക്കൂറിനൊക്കെ സിനിമകൾ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നീട് ഹിന്ദിയിലൊക്കെ അതിന് ശേഷമാണ് നമ്മളങ്ങനെ ഒറ്റ ഇസ്രാത്തി സുബനിധി എന്നൊക്കെ പറയുന്ന വിദ്യാർത്ഥികളൊക്കെ. പക്ഷെ ഇതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 86-ലാണ്. ശരിക്കും ആ പടം ഇറങ്ങേണ്ടിയിരുന്ന 83-ലായിരുന്നു. കാരണം അറിയാമോന്ന് അറിയില്ല, 83-ൽ കൂടെവിടെ പാക്കപ്പ് കഴിഞ്ഞ് നേരെ ഇവര് പോകുന്ന അച്ഛൻ വീട്ടിലേക്കല്ല, നേരെ കുമ്പിടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ ആനക്കര ജഗതിയിൽ കുമ്പിടി ഉണ്ടല്ലോ. ആ കുമ്പിടി എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന് എനിക്ക് ഭാരതപ്പുഴയുടെ സൈഡില് ആനക്കര വടക്കത്ത് വീട്ടിൽ വെച്ചായിരുന്നു. ലക്ഷ്മിയന്മാരുടെ ഒക്കെ വീടുണ്ടല്ലോ, അമ്മു സ്വാമിനാഥന്റെ ഒക്കെ അവരുടെ തറവാടാണ്. അവിടെ നേരെ ഷൂട്ട് ചെയ്യാൻ അവിടെ പോവാണ്, വീട്ടിൽ വന്നിട്ടില്ല. റൈറ്റ് ഫ്രം ഊട്ടി ടു ആനക്കരയാണ്. അന്ന് ഇറങ്ങേണ്ട പടമായിരുന്നു. പക്ഷെ അത് ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഹരിപോത്തൻ കുറെ കാലത്തിന് ശേഷം അത് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി. അങ്ങനെ 83-ൽ കഴിഞ്ഞ പടം പിന്നീട് അവർ ഷൂട്ട് ചെയ്യുന്ന 86-ലാണ്. അവസാനം അത് ഒരു 42 hours കൊണ്ട് അവർ ഷൂട്ട് ചെയ്ത് ഒറ്റ അടിക്ക്. അത് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കഴിഞ്ഞ് കാലം നീലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അന്ന് അച്ഛൻ പറയും ഈ ഷൂട്ട് ചെയ്യുമ്പോ ഇതിനകത്ത് എല്ലാരും വീണു. കാരണം അങ്ങനെ നിന്നില്ല, ഉറക്കമില്ലല്ലോ. അപ്പൊ അതില് തളരാത്ത 2 പേരേ ഉള്ളൂ. ഇതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ വർക്ക് ചെയ്ത ക്യാമറമാൻ വീണു. വേണിച്ചെണ്ണാണ്. വേണിച്ചെണ്ണ ഒരു കുറെ കാലത്തിന് ശേഷം, കാരണം ഷാജി സാർ അന്ന് എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു പടത്തിന്റെ വർക്കിന് പോയി. ആ സമയത്ത് അപ്പൊ അതുപോലെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ നിന്ന് അസോസിയേറ്റ് ആയ അതേ ക്യാമറ പാറ്റേൺ അറിയുന്ന ലൈറ്റിംഗ് പാറ്റേൺ ആ ഓർമ്മയിൽ നിന്ന് എടുക്കണം. ഇതിന് മോണിറ്റർ ഒന്നും ഇല്ലല്ലോ, ചെക്ക് ചെയ്യാൻ മാർഗമില്ല. അതിന്റെ അസോസിയേറ്റ് ആയിരുന്ന ശ്രീ സുരേഷ് ഉണ്ട്. അന്നത്തെ അതേ ഉരുപ്പായിരുന്നല്ലോ. എല്ലാം ഒറ്റ കോസ്റ്റ്യൂമേ ഓർത്താൽ അറിയാം. ഒരു രാത്രിയുടെ ഒരു പകലിന്റെയും കഥയാണ്. അടുത്ത രാത്രി അത് ഷൂട്ട് ചെയ്ത് അറിയില്ല ഇപ്പോഴും. അതുപോലെ ഷൂട്ട് ചെയ്ത് വെക്കുക. അരപ്പെട്ട ഗ്രാമത്തിൽ നടന്ന സംഭവമാണ്. ഞാനത് അന്വേഷിച്ചിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് പോയിട്ടുണ്ട്. അത് എന്നോട് പറയുന്നത് അച്ഛന്റെ പ്രിയ സുഹൃത്ത് ഉണ്ണിമേനോൻ, അതായത് തൂവാനത്തുമ്പിയുള്ള ജയകൃഷ്ണന്റെ കഥാപാത്രം.
അദ്ദേഹം പറഞ്ഞു അത് നടക്കുന്നത് ഇവരവിടെ പോകാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചു. കാരണം വർക്കിയും ഗ്രൂപ്പും പോയി വന്നു. വർക്കിയാണ് സക്കറിയുടെ ഒറിജിനൽ അടുത്ത സുഹൃത്ത് കൂത്താട്ടുകാരൻ ഈ വർഗീസ്. അദ്ദേഹം ഒരു ഡയറക്ടർ ഇതുപോലെ തന്നെ അത് മരിച്ചുപോയി. അപ്പൊ അദ്ദേഹവും ടീമും പോയിട്ട് വന്നു. ഇത് ഏതോ പുഴക്കര എവിടെയോ ആണ്, എവിടെയാണെന്നുള്ളത് വളരെ ദുരൂഹമാണ്. അവിടെ ഇവരെത്തിയിട്ടില്ല. പോകുന്ന വഴിക്ക് വെച്ച് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടി അവിടെ ഇങ്ങനൊരു ഇഷ്യൂ ആണ്. അതായത് രണ്ട് മത നേതാക്കൾ അവിടെ ഇപ്പോഴെ വന്ന ഇതുപോലെ മാടവമ്മയുടെ പോലെ ഒരു ബ്രോക്കറിൽ വന്ന ഒരു പുതിയ കമ്മോഡിറ്റി ആര് ഫസ്റ്റ് ആരാദ്യം അറ്റൻഡ് ചെയ്യും. അതൊരു പ്രൈഡിന്റെ പ്രശ്നം, ഈഗോയുടെ പ്രശ്നം, അല്ലാതെ അതിനോടുള്ള ഇതൊന്നുമല്ല. മറ്റേ ആൾ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ക്ഷീണമാണ്. ഈ കഥ അറിഞ്ഞുകൂടി ഇവർ വഴിക്ക് വെച്ചിട്ട് ഈ യാത്ര നിർത്തി തിരിച്ചു വരുന്നത് ഭയങ്കര തമാശ. അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായി വരുന്ന വഴിക്ക് കയ്യിലെ കാശെല്ലാം തീർന്നു. ഇവര് ആകാശവാണി കുറിച്ച് അപ്പം ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ കയറി ഏതോ സ്ഥലത്ത് നിന്ന്. അത് വരുന്ന വഴിക്ക് വെച്ചിട്ട് അവസാനം പിന്നെ TTR പിടിക്കും എന്നുള്ള ഒരു അവസ്ഥയെത്തിയപ്പോഴത്തേക്കും ചെയിൻ വലിച്ചു എന്നിട്ട് ഏതോ ഒരു മതില് വഴി ഈ ട്രെയിൻ ആ മതില് വഴി പിടിച്ച് കയറി ചെന്നപ്പോ ഇദ്ദേഹത്തിന് ഏറ്റവും അറിയുന്ന ഒരു ഹോട്ടലിന്റെ പിന്നെ പുള്ളിയുടെ ഹോട്ടലായി ചെലവില്ലാതെ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഭയങ്കര ഫാബുലസ് ആയിട്ടുള്ള ഒരു കഥ കിട്ടുന്നത്. അതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആയിരുന്നു. അത് അതെ തിയേറ്ററിൽ ഒരാൾക്ക് അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഈ സൊസൈറ്റി ബൗണ്ട് ആയിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കുമ്പോൾ എവിടുന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടതോ അനുഭവിച്ചതായ എന്തെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ് എങ്കിലും ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. പക്ഷെ അച്ഛനത് കൊണ്ടുവന്ന് തുടങ്ങുന്ന ഒരു ബാറിൽ നിന്ന് തുടങ്ങി അത് മറ്റൊരു പൊട്ടിത്തെറിയിൽ രീതിയിലത് കൊണ്ടുവന്നു. ഈ അച്ഛൻ എഴുത്തുകാരനായിരുന്നു, സംവിധായകനായിരുന്നു. സാഹിത്യ ലോകത്ത് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തി ഉണ്ടെന്ന് വ്യക്തി വളരെ വിരളമാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ അച്ഛൻ വിജയമായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിലെ ആദ്യത്തെ റൈറ്റർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പിന്നെ ആദ്യത്തെ വിജയ് അച്ഛനാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും അച്ഛൻ മുന്നേ ആ വഴി പോയ ഒരാൾ MT വാസുദേവനാണ്. ഇവർ രണ്ടുപേരുടെയും കരിയർ ഗ്രാഫ് ഭയങ്കര രസമാണ്. ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ നോവൽ രണ്ടുപേരുടെയും സാഹിത്യ അക്കാദമിയാണ്. അദ്ദേഹത്തിന്റെ 26-ാം വയസ്സിൽ അച്ഛന്റെ 24-ാം വയസ്സിൽ നാലുകെട്ടും നക്ഷത്രങ്ങൾ. ആദ്യത്തെ സിനിമ ഏകദേശം ഒരേ പ്രായത്തിൽ 29-30 വയസ്സായിരുന്നു. അച്ഛന് 31 വയസ്സിൽ, അദ്ദേഹത്തിനും ഏതാണ്ട് അത് നാഷണൽ അവാർഡ് നിർമ്മാല്യം പെരുവഴിയും. രണ്ടുപേരുടെ ആദ്യ ഇതാണ്. രണ്ടുപേരും 4 ആൺമക്കളിൽ ഏറ്റവും താഴെയുള്ള 4ാമത്തെ ആൺകുട്ടിയായിട്ട്. രണ്ടുപേർക്കും താല്പര്യമില്ലാതെ രണ്ടുപേർക്കും ഐച്ഛിക വിഷയമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, സാഹിത്യം പഠിക്കണമെന്ന് രണ്ടുപേരും കെമിസ്ട്രി എടുക്കും. ഭയങ്കര സിമിലാരിറ്റീസ് ആണ്. പിന്നെ രണ്ടുപേരുടെ ഉള്ളിൽ സാഹിത്യമായതുകൊണ്ട് ഇത് വിട്ടിട്ട് അവര് സാഹിത്യം രണ്ടുപേരും 20-21 വയസ്സാകുമ്പോഴത്തേക്കും രണ്ട് വളരെ സുരക്ഷിതമായ ജോലികളിൽ, ഒരാൾ ആകാശവാണി, ഒരാൾ മാതൃഭൂമി സെറ്റിൽഡ് ആവും. ഏതാണ്ട് ഒരേ ഒരു എന്താ പറയണ്ട ഒരു സബര്യ രേഖ എന്ന് പറയുമ്പോൾ ഒരു കരിയർ ഗ്രാഫ്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് അച്ഛൻ പ്രതിമയും രാജകുമാരി നിർബന്ധിച്ച് എഴുതിപ്പിക്കുക. അച്ഛൻ വലിയ തിരക്കുകൾ നിൽക്കുമ്പോൾ ഒരിക്കൽ ഇവിടെ കാണാൻ വന്നപ്പോൾ ഞാനുണ്ടെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനായതുകൊണ്ട് അതിന് മുൻപ് ഒരിക്കൽ വന്നപ്പം അദ്ദേഹമായിട്ട് കാണുകയും അച്ഛൻ തന്നെ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതി അദ്ദേഹത്തിന് വളരെ ഇംപ്രസ് ആകും, അവനെയും കൂടെ കൊണ്ടുപോകാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ട ആ സമയത്താണ് പറയുന്നത് അപ്പം എനിക്കൊരു നോവൽ എഴുതി തരണം. അപ്പൊ ഇന്നലെയുടെ തിരക്കാണ്. അപ്പം ചുമതലിങ്ങനെ തിരക്കാണോ? തിരക്കൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ മേഖല എന്ന് പറയുന്നത് എഴുത്താകും. അത് വിട്ടുകളയും. ഞാൻ ജയിക്കില്ല, തരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാതൃഭൂമിയിലേക്കാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് വീണ്ടും എഴുത്തിലേക്ക് വന്നതും അതിനെ തുടർന്ന് മഞ്ഞുകാലം തൊട്ട കുതിര എന്ന നോവൽ എഴുതുന്നത്, തിരിച്ചു പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആ താല്പര്യമായിരുന്നു വഴിയെ ഒരാളെങ്കിലും എന്നുള്ളത്. അതിനുശേഷം ഒരാളില്ല. അങ്ങനെ സാഹിത്യത്തിൽ വന്ന് സിനിമയിൽ ഒരു തന്റേതായ സ്ഥാനം ഉറപ്പിച്ച ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. 4 കലാകാരന്മാരുടെ പ്രധാനമായിട്ട് പപ്പേട്ടന്റെ കൂടെ വന്നതും മുഖാന്തരം നടനായ വ്യക്തികൾ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഇന്നലെ, അപരൻ ജയറാം, നമ്മുടെ റഹ്മാൻ കൂടെവിടെ, പിന്നെ നമ്മുടെ അശോകൻ പെരുവഴിയമ്പലം. ആ കലാകാരന്മാർക്ക് പത്മനാഭൻ സാറുമായിട്ടുണ്ടായിരുന്ന അടുപ്പം എങ്ങനെയായിരുന്നു? ഇപ്പോഴും കുടുംബ ബന്ധങ്ങളുമായിട്ട് കൂടെ പോകുന്നുണ്ടോ? എല്ലാവരുമായിട്ടും വളരെ
വളരെ നല്ല ബന്ധങ്ങളാണ്. എന്ന് മാത്രമല്ല അവരൊക്കെ അച്ഛനെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അച്ഛൻ കണ്ടെത്തിയ മൂന്ന് പേര്, അശോകൻ, ജയറാം, റഹ്മാൻ, സുരേഷ് ഗോപിയും ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വലിയ ഒരു പിന്നെ അച്ഛൻ കണ്ടെത്തിയ ആളല്ലെങ്കിൽ പോലും അല്ല അദ്ദേഹത്തിന് എനിക്കൊരു നടനായത് എനിക്ക് തോന്നുന്ന ഇന്നലെയിലാണ് അദ്ദേഹത്തെ എനിക്ക് വളരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വേഷം വരുന്നതല്ല. ഈ മൂന്ന് പേര് ഇപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ മൂന്ന് പേരും ഇതിൽ ഒരുപക്ഷെ ജയറാം ഒഴികെ മറ്റു രണ്ടുപേരും ഒരു വേദി പോലും അങ്ങനെ കയറി അഭിനയിച്ചിട്ടുള്ള ആളുകളല്ല ഈ രണ്ടുപേരും. ഇതേപോലെ വേറൊരാളും കൂടിയുണ്ട്. ഇപ്പം രഘുനിർവേദത്തിന്റെ കൃഷ്ണൻ അച്ഛനാണ് കണ്ടെത്തുന്നത്. അദ്ദേഹം ബാലലോകത്തിന് പാട്ട് പാടാൻ വന്നതാണ്. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നതും രഘുനിർവേദം ചെയ്ത സമയത്ത് എന്താ പാട്ട് പാടാനാണ് വിളിക്കുന്നത്. ഒരു ഇന്നസെന്റ് ആയിട്ട് ചെറുപ്പക്കാരൻ ഇവരെ എല്ലാവരെയും ഡബ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഈ പടങ്ങളിലെല്ലാം. സാധാരണ ഒരു പുതുമുഖങ്ങളെ ഡബ് ചെയ്യാൻ ശബ്ദങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ചും പിന്നെ അശോകൻ ആ ഭാഷയിൽ തന്നെ ഡബ് ചെയ്യുന്നു, അവിടുത്തെ ഓണാട്ടുകാരുടെ ഭാഷയിൽ. അദ്ദേഹം ഒന്നും ഒരിക്കലും ഒരു സ്കൂൾ നാടകത്തിൽ പോലും കയറിയിട്ടില്ല. ജയറാം മാത്രമേ ഉള്ളൂ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ള, സ്റ്റേജ് ഇല്ലാത്ത. ഇദ്ദേഹം പറയുന്നതല്ല, റഹ്മാൻ ഞാൻ ഒരിക്കലും ഒരു മൈനിൽ പോലും വരാത്ത ആളാണ്. അദ്ദേഹം തന്നെ അറിയാതെ അദ്ദേഹത്തിന്റെ അച്ഛൻ വെറുതെ അയച്ചു കൊടുത്തൊരു ഫോട്ടോ. ആ സമയത്ത് അവിടെ ഒരാള് കൃത്യസമയത്ത് വരാതെ പോയതില്ല, അദ്ദേഹം പേടിച്ച് പിന്മാറി. ഇവിടെ പുത്തരാന്റെ വേഷം ചെയ്യാൻ മറ്റൊരാളായിരുന്നു പോയിരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു വളരെ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ ശൃംഖലയുടെ അവരുടെ മകനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇപ്പം വളരെ നല്ല നിലയിൽ എത്തി. അദ്ദേഹം പക്ഷെ പേടിച്ചുപോയി. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അന്ന്. അദ്ദേഹത്തിന്റെ കസിൻസ് ഒക്കെ പറഞ്ഞറിയാം. പിന്നീട് അയാൾ വളരെ മിടുക്കനായിട്ട് പഠിച്ചെടുത്തു. അതിനുശേഷം അങ്ങനെ 2-3 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ആ സമയത്ത് ആളെ കിട്ടാതെ വന്നപ്പോഴാണ് ഇങ്ങനൊരു ഫോട്ടോ വരുന്നത്. ജോസ് പ്രകാശിന്റെ മകൻ രാജൻ ജോസഫ് ആയിരുന്നു വൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ്. അദ്ദേഹത്തിന് വന്ന ഇവര് കോൾ ഫോർ ചെയ്തു വന്ന ഒരു ഫോട്ടോ കൊണ്ട് കാണിച്ചു. കാരണം അയാൾ അവിടെ തന്നെ ഉണ്ട്, പഠിക്കുകയാണ്. അതൊരു നിയോഗം എന്നേ പറയാം. കൃത്യസമയത്ത് വിളിപ്പിക്കുമ്പോഴാണ് റഹ്മാൻ പോലും പറയുന്നത് ഇത് തന്നെ അഭിനയിപ്പിക്കാനാണ് വിളിക്കുന്നതെന്നും അത് ആ വർഷത്തെ ഏറ്റവും മികച്ച പുതുമുഖ നടനുള്ള അവാർഡ് അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മലയാളത്തിൽ പിന്നീട് ഡബ് ചെയ്തതിനു ശേഷം ഇടക്കാലത്ത് അതിന് മലയാളം അത്ര ഇതല്ലാത്തതുകൊണ്ട് ഡബ് ചെയ്യില്ലേ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഞാൻ മനസ്സിലാക്കിയത് ആർട്ടിസ്റ്റ് മെന്ററാണ് ശരിക്കും, അഭിനയിപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നവാഗതരായ ഒരാളെ കൊണ്ട് ഇത്രയും അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. കൃഷ്ണേന്ദ്ര ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ രഘുവേദം അഭിനയിക്കുന്ന സമയത്ത് ഭാരതിന് വേറൊരു ചോയ്സ് ഉണ്ട്. പക്ഷെ അച്ഛന്റെ ചോയ്സ് അവര് അവസാനം ഇത് മതി എന്ന് തീരുമാനിക്കുക. കൃഷ്ണേന്ദ്രചേട്ടൻ എന്നെക്കാളും പോറായതുകൊണ്ടായിരിക്കും മറ്റേയാണ് എനിക്ക്. അങ്ങനെയല്ല, അദ്ദേഹം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഡബിങ്ങിന് അച്ഛൻ കൂടെ നിൽക്കുക. അതുപോലെ പുള്ളി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പുള്ളിയുടെ കരിയർ തുടങ്ങുന്നതും അച്ഛൻ വിളിച്ചിട്ടാണ്. അതായത് കാണാമറയത്ത് നടക്കുന്ന സെക്കൻഡ് ഫിലിം ആയിട്ടാണ് കാണാമറയത്ത്. അപ്പം അതിന് ഡബ് ചെയ്യാൻ അച്ഛനാണ് പെട്ടെന്ന്. എന്ന് മാത്രമല്ല ഡബിങ് സെഷൻ മുഴുവൻ നിന്നിരിക്കുന്ന അച്ഛനാണ്. അദ്ദേഹം പറയുന്നത് ശശിസാർ അഭിഷേക് ഒരിക്കലും ഡബിങ് സെഷൻ അതിനുള്ള സമയമില്ല. അപ്പൊ അച്ഛൻ കൂടെ നിന്ന് പുള്ളി നിലപ്പൂരുകാരനാണ്. ഇവിടുത്തെ ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയുടെ സ്ലാങ് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത് എന്നതാ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് കൂടെ നിന്നിട്ടാണ്. ഒരു ആർട്ടിസ്റ്റ് മെന്ററായിരുന്നു. ട്രെയിൻ ചെയ്യിപ്പിച്ച് പറയിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ റേഡിയോയിലുള്ള എക്സ്പീരിയൻസ്, നാടകങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. മോഡുലേഷൻ ഒക്കെ പ്രത്യേകിച്ച് അച്ഛൻ തന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. അല്ല, പ്രതാപത്തിന് വേണ്ടി മിക്കവാറും ഡബ് ചെയ്തിരുന്ന അച്ഛനാണ്. അച്ഛന്റെ പടത്തിൽ മാത്രം ഇഷ്ടം. പിന്നെ അതില് ഒരിടത്തൊരു ഫേവൻ അച്ഛനാണ് ഡബ് ചെയ്തത്. ഇങ്ങനെ ഒരു കുറെ പടങ്ങളുണ്ട്. ഇപ്പം കരിയിലക്കാറ്റ് പോലെ അതിലെ മഠാധിപതി, നമ്മുടെ അതൊരു പള്ളിക്കൽ എന്ന് പറഞ്ഞൊരു നാടകം മോഹൻലാൽ ഇന്റർഗേറ്റ് ചെയ്യുന്നവരാണ്. അത് അച്ഛനാണ്. അതിന് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയുമല്ല. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അല്ല എന്ന് പറഞ്ഞാല് ഈ ആശ്രമത്തിന് അതിൻ്റെതായ ചില ഡിസിപ്ലിൻസ് ഉണ്ട്. ഇവിടെയുള്ള അന്തേവാസികളുടെ എല്ലാ ചെറിയ ചലനങ്ങൾ പോലും മഠാധിപതി എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞേ നടക്കുകയുള്ളൂ. അവരെ സംബന്ധിക്കുന്ന എന്തും എന്നോട് അന്വേഷിച്ചാൽ മതി. വിശ്വനാഥൻ ഹിയർ. വിശ്വനാഥനാണോ? അതെ അതെ, ആ കാശ് എനിക്കുള്ളതാണല്ലോ. അതെന്തിനാ വാങ്ങിച്ചേ? ഏതായാലും നിന്റെ സ്മാർട്ട്നെസ് എനിക്കിഷ്ടമായി. പക്ഷേ ഇപ്പൊ തൽക്കാലം ഇത്രയും സ്മാർട്ടായാൽ മതി.
ഞാൻ എന്റെ 2 ആളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ആ ബാഗ് അവരുടെ കൈ കൊടുത്തേക്കണം. പറയുന്ന പോലെയൊക്കെ ചെയ്താൽ ഒരു ഷെയർ ഞാൻ പിന്നെ എത്തിക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ അച്ഛന്റെ ശബ്ദം വരുന്നുണ്ട്. ഇന്നലെയിൽ വരെയുണ്ട്. ഇന്നലെയില് നിലമ്പൂർ പാലന്റെ അദ്ദേഹത്തിന്റെ ആ തുടക്കത്തിൽ ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ടൊരു ഈ പെൺകുട്ടിയുടെ ബോഡി, ശോഭനയുടെ ബോഡി പിന്നെ അതിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന ഒരു കാര്യം ചെറുക്കനും ഒരു പ്രായമുള്ള നിക്കണ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ നിന്ന് ഒരു വള ഊരി എടുത്തിട്ട് ആ സാധനം തപ്പിന്നേക്കുന്നത് അച്ഛനാണ്. ചത്തിട്ടില്ല. ഞാൻ പറയാം. നിലമ്പൂർ പാലന്റെ അവസാനത്തെ സിനിമയായിരുന്നു അത്. അവിടുന്ന് പോയി അധികം താമസിച്ചത് മരിച്ചു. അതിന്റെ തമാശ ഇത് ഇറങ്ങി, പടം ഇറങ്ങി 1 വർഷം തികഞ്ഞതിന് മുമ്പ് അച്ഛനും ശബ്ദം കൊടുത്തതാണ്. അപ്പൊ അന്ന് തന്നെ ചില അന്ധവിശ്വാസങ്ങളായിരിക്കും. അന്ന് തന്നെ പറയാം പോത്തിനെയും കൊണ്ടാണ് ഇദ്ദേഹം ഇതിലേക്ക് വന്നത്. അപ്പൊ അത് ബാലൻ സാറാദ്യം അത് കഴിഞ്ഞാൽ ശബ്ദം കൊടുത്താണ് എന്നൊക്കെ. സിനിമ പൊതുവെ അന്ധവിശ്വാസങ്ങളുടെ ഒരു വേദിയാണല്ലോ. അന്ന് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവസാനം ശബ്ദം കൊടുത്തത് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ആ വരി മാത്രം. ഞാൻ ഗന്ധർവല്ല, വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ചെയ്തേക്കുന്നത് വേറെ ആളാണ് ചെയ്തേക്കുന്നത്. അതും അച്ഛൻ കണ്ടെത്തിയ ശ്രീ നന്ദകുമാർ എന്ന് പറയുന്ന ആകാശവാണി എന്റെ ക്ലാസ്മേറ്റ് നന്ദകുമാറിന്റെ ക്ലാസ്മേറ്റ്. അത് ആദ്യം പറഞ്ഞതാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അനന്തപത്മനാഭൻ അവിശ്വാസിയാണോ വിശ്വാസിയാണോ? ഞാൻ വിശ്വാസിയാണ്. അച്ഛനും വിശ്വാസിയാണ്. പക്ഷെ അതങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഡേറ്റ് ഇല്ല. ഞാനിപ്പോ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഭഗവതി എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ വീട് പാലക്കാട് ചുറ്റും, ഞാൻ ജനിച്ചതൊക്കെ അവിടെ. അപ്പൊ ഞങ്ങളെങ്ങനെ ഒരു പരദേവത എന്നുള്ള രീതിയിൽ എനിക്കൊരു അമ്മ വിശ്വാസിയാണ്. പിന്നെ അങ്ങനെ ഒരു ദേവിയിൽ വിശ്വസിക്കുന്ന. അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡേറ്റ് ഉള്ളതായിട്ട് അറിയില്ല. അച്ഛൻ അയ്യപ്പന്റെ അവിടെ പോകുമായിരുന്നു. എന്നാൽ അങ്ങനെ അമിത വിശ്വാസമോ അന്ധവിശ്വാസം ഒട്ടുമില്ല. ഒരു എഴുതുന്നതിന് മുമ്പ് എപ്പോഴും ഓം എന്ന് എഴുതുക. അതെനിക്ക് തോന്നുന്നത് ഉള്ളിലുള്ള ഒരു വെളിച്ചം, ഒരു അതെ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഗന്ധർവൻ എന്നുള്ള സിനിമയുടെ സമയത്ത് ഒരുപാട് പ്രതിബന്ധങ്ങൾ പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അത് പിന്നെ വളരെ സക്സസ്ഫുള്ളായി മാറി. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സിനിമ പിടിക്കാൻ ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു. ആ സിനിമ സക്സസ്ഫുൾ അല്ലായിരുന്നു. ഇറങ്ങിയ സമയത്ത് കൃത്യമായിട്ട് അതിന്റെ ഒരു 50% അമ്മ പറഞ്ഞിരുന്നത് ഇത് അമ്മൂമ്മ പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് വേണോന്ന് ചോദിച്ചു. അച്ഛൻ മരിച്ചതിന് ശേഷം കാട്ടുമാടൻ എന്ന ഒരു കുറിപ്പ് അദ്ദേഹം എഴുതിയിരുന്നു. അദ്ദേഹം പറയാൻ കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് മൈഡിയർ കുട്ടിച്ചാത്തൻ വാസ്തവത്തിൽ അത് എഴുതുന്ന അച്ഛനാണ്. പിന്നെ നവോദയയിൽ എല്ലാവർക്കും അറിയാം. ഇളയരാജയ്ക്ക് അറിയാം. ഇളയരാജ കണ്ടോന്നാ ചോദിച്ചത് നിങ്ങളുടെ ചാത്തൻ ഉണ്ടാക്കിയാണല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അച്ഛൻ്റെ ഒരു ചെറിയ എങ്ങനെയാണ് അത് ഫാസിൽ പറഞ്ഞു. അവർക്കൊക്കെ അറിയാം ആ കാര്യം. അന്ന് ഇവിടെ അപ്പച്ചൻ സാറും ജിജോ ചേട്ടനും കൂടി ഇവിടെ വരികയും ഇവിടെ വന്ന ഇവരിങ്ങനൊരു സൂപ്പർ നാച്ചുറൽ വെച്ചിട്ടൊരു ചെയ്യുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ ഇവരുടെ കൂടെ പോയി. ഈ ചാത്തൻ സേവാ മഠങ്ങളിൽ മുഴുവൻ പോയതിന്റെ റെക്കോർഡ് ടേപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ അങ്ങനെ ഒരു രേഖയുണ്ട്. പിന്നെ അന്ന് ഈ പറയുന്ന കാനാടി വിടവും ശ്രീമുഖസ്ഥാനവും ഒക്കെ പോയി, ഇവിടെയും പോയി കാട്ടുമാടം. അങ്ങനെയാണ് എന്റെ പിറന്നാൾ കുട്ടി എന്ന് പറയുന്ന അതിന്റെ ആദ്യത്തെ രൂപരേഖ ഉണ്ടാക്കുന്നത്. ഈ കുട്ടിച്ചാത്തൻ അത് ഇതിന് എഴുതുന്ന ആലപ്പുഴ ബീച്ചിലാണ്. പിറന്നാൾ കുട്ടി എന്ന് എഴുതുന്നതിന്റെ പേര്. ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ, എന്നെയും മാധുരിന്റെ സിസ്റ്ററിനെയും പോലെ 2 പേർക്ക് ഒരു കുട്ടിയെ കിട്ടും. അത് പക്ഷെ ഒരു ഗ്രാമമാണ്. അച്ഛൻ മുതുകുളം പോലെ ഒരു ഗ്രാമമാണ് അന്ന് കൺസീവ്. ഇതുപോലൊരു മന്ത്രവാദി വരും. അച്ഛൻ ഈ പറഞ്ഞൊരു ബുദ്ധിവനായ ചിത്രകാരനാണ്. ഇതെല്ലാം ഇത് തന്നെ. ഇതിന്റെ വെരി എൻഡിൽ ഈ കടവാതിലുകളുടെ ഇടയിൽ ചാത്തന അപ്രത്യക്ഷമാകുന്നത് വരെ അതിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ കാരണം കൊണ്ട് പിന്നീട്, പക്ഷെ അന്ന് അച്ഛന് എനിക്ക് പറഞ്ഞറിവുള്ളതാണ്. അന്ന് അച്ഛന് ആ വൺലൈനിന് അന്ന് വലിയൊരു തുകയാണ് നവോദയ കൊടുത്തത്. വെറും വൺലൈനാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള അന്ന് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരനായ ജോൺ പോളിന് ഒരു സ്ക്രിപ്റ്റിന് കൊടുക്കുന്ന തിരക്കഥയാണ് അച്ഛന്. അച്ഛൻ അതിന് മുകളിലായിരുന്നു. പക്ഷെ ഈ വൺലൈനിന് കൊടുത്തിട്ടുള്ളത് എന്ന് അറിയാം. പക്ഷെ ആ സിനിമ ഇറങ്ങി അച്ഛൻ ഇവിടെ അവകാശവാദം പറയാൻ പോയിട്ടില്ല.
പിന്നെ എന്ന് മാത്രമല്ല അതേ കാലഘട്ടത്തിലാണ് കൂടെ ഇവിടെ 101 ദിവസം അതിന്റെ മുഖ്യ പിന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഈ അപ്പച്ചൻ സാറാണ്. കഥ പറയുന്ന കാര്യം. അപ്പൊ ഇറ്റ് വാസ് എന്താണ് ഒരു ജെന്റിൽമാൻസ് എഗ്രിമെന്റ് ആയിരിക്കാം. പക്ഷെ കാട്ടുവാണം പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു പപ്പനോട്, ഇവര് പണ്ട് നികുഞ്ചം തൊട്ടുള്ള നല്ല ബന്ധമുണ്ട്. ഇവിടെ വരുമ്പോഴേ പറഞ്ഞത് ഇത് ചാത്തനാണ്, വേണ്ട അങ്ങനെ ഒരു അതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ അച്ഛന് വേറെ ഈ ടെക്നിക്കലി കുറച്ചുകൂടെ അവർക്ക് താല്പര്യം ജിജോയ്ക്ക് തന്നെ ചെയ്യണമെന്നായിരുന്നു. അപ്പൊ അങ്ങനെ വിട്ടുകൊടുത്തായിരിക്കാം. അതായത് അവര് തമ്മിൽ വളരെ നല്ല ബന്ധത്തിൽ തന്നെയാണ്. പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുന്നതിനാണ് ഗന്ധർവന്റെ സമയത്ത് എനിക്കിത് പറയാൻ പറ്റിയില്ല പപ്പനോട്. എനിക്ക് കുട്ടിച്ചാത്തം ചെയ്യുന്ന സമയത്ത് എനിക്കത് പറയാൻ പറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഒരുപാട് അന്ന് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നായകൻ വരുന്ന ഫ്ലൈറ്റിൽ പക്ഷി ഇടിച്ചിട്ട് അന്ന് മുടക്കി. ആദ്യം ചെയ്യാറുന്ന മണ്ണിൽ മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, അദ്ദേഹമാണ് ആദ്യം ഒരു വലിയ മുടക്കി. അപ്പൊ എവിടുന്നൊക്കെ ഊമക്കത്തിൽ വരുന്നു, ഇദ്ദേഹത്തിന് പൈസ നിങ്ങൾ കൈ കൊടുക്കരുതെന്ന് പറയുന്നു. അങ്ങനെ അച്ഛൻ ഒരു ദിവസം തുറന്നു ചോദിക്കുന്നു, സത്യം പറയുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നു. അപ്പൊ അദ്ദേഹം തുറന്നു പറഞ്ഞു കടത്തിലാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അങ്ങനെ അച്ഛൻ തന്നെ സ്വാമിയെ കണ്ട്, നമ്മുടെ ഗുഡ് നൈറ്റ് മോഹനെ കണ്ട്, എന്റെ കയ്യിൽ ഇങ്ങനെ ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വർക്കുണ്ട്, താങ്കൾക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്ന് കഥ പോലും ചോദിക്കാതെ ആ മുടക്കിയ പൈസ മുഴുവൻ മണ്ണിൽ മോഹൻ അന്നുവരെ മുടക്കിയ പൈസ മുഴുവൻ ഗുഡ് നൈറ്റ് അതുവരെയുള്ള ഈ ഇവര് വന്നത് അതിന് മുമ്പേ നിതീഷ് ഭരദ്വാജിനെയൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ തുടർച്ചയായിട്ട് പിന്നെയും ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ഒരു ബാഡ് ഓമൻ പോലെ തോന്നിയിരുന്നു. അത് അച്ഛന്റെ ബാക്ക് ഓഫ് ദി മൈൻഡ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ തടസ്സങ്ങൾ എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ എന്നുള്ളൊരു സാധനം ഒരു പൂജയൊക്കെ നടത്തിയിരുന്നു. അവിടെ തന്നെ ഒരു ഗന്ധർവന്റെ ഒരു തൃശ്ശൂർ ഇവിടെ നടത്തിയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സത്യമാണ്. അങ്ങനെ ഒരു തുടക്കം തൊട്ടൊരു ആപൽ സൂചന ഇങ്ങനെ കിടന്നു. അല്ല, ഇതൊക്കെയല്ല ഓരോ നിമിത്തങ്ങളായിരിക്കാം. ഈ ഞാൻ അച്ഛനും അമ്മയും ആകാശവാണി വെച്ച് കണ്ടുമുട്ടുന്നു. വെൺമണി വിഷ്ണു, അച്ഛൻ, അമ്മ അവിടെ ആദ്യം ജോയിൻ ചെയ്യുന്നു. വെൺമണി സീനിയറാണ്. ഇപ്പോ അമ്മയുടെ പല കഥകളും അച്ഛൻ അത് കഥകളായി വരികയും അമ്മ പറഞ്ഞാന്ന് അമ്മ നല്ല സംസാരപ്രിയയാണല്ലോ അമ്മ. അച്ഛന്റെ മരണശേഷം അമ്മയുടെ അതിജീവനം എങ്ങനെയായിരുന്നു? അമ്മ പൊതുവിൽ ഭയങ്കര വളരെ ഗ്രിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആത്മവിശ്വാസം ഭയങ്കര ഉള്ള ഒരാളായിരുന്നു. കല്യാണം തന്നെ അങ്ങനെ ഒരു കല്യാണം. 4 വർഷത്തെ വീട്ടിൽ 2 ആത്മഹത്യാ ശ്രമം, 2 മദ്രാസിലേക്കും മനസ്സ് മാറ്റാനും കൽക്കട്ടയിലേക്കും. കാരണം പറഞ്ഞില്ല, ഒരു അച്ഛനെക്കാട്ടും സീനിയർ ആയിരുന്നു 1.5 വർഷത്തിന്. പിന്നെ അന്ന് പൊതുവിൽ ഈ വടക്കന്മാർക്ക്, പ്രത്യേകിച്ചും പാലക്കാട് മേനോന്മാർക്കൊക്കെ തെക്കന്മാരെന്ന് പറഞ്ഞാൽ അവരാണ് വളരെ ഇപ്പൊ പോലും ഉണ്ട്. അതുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നവരാണ്. സമുദായമായാലും ഒന്നും കാര്യമില്ല. കൊച്ചിക്ക് പുറത്തോട്ട് പ്രശ്നമാണ്. അപ്പൊ അതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ മുഖ്യ കാരണം. പക്ഷെ അവര് ദേവർ ദ മോസ്റ്റ് ഹാപ്പിലി മാരീഡ് കപ്പിൾ ഐ ഹാവ് എവർ മെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഹാർമണി അവര് തമ്മിൽ മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. വളരെ അപൂർവമായ ഒരു ബന്ധമായിരുന്നു. അച്ഛനെ ഒരിക്കലും അമ്മയെ അങ്ങനെ ഒരു റെസ്പെക്ട് കൊടുക്കുമായിരുന്നു. നിങ്ങൾ എന്നേ പറയുള്ളൂ. വളരെ അത്രയ്ക്കൊരു ഇതോടുകൂടിയാണ് അച്ഛനെ ആദ്യത്തെ കഥകൾ കഥാസമാഹാരം അമ്മൂമ്മയ്ക്ക് സമർപ്പിച്ചതുപോലെ തിരക്കഥകൾ ആദ്യത്തെ അച്ഛൻ ഇറങ്ങിയപ്പോ രാധാലക്ഷ്മിക്ക് എന്നാണ്. അവിടെ ആവശ്യമില്ലാത്ത റൊമാൻറ്റിസൈസ് ഒന്നുമില്ല. എന്റെ പ്രിയതമ്മയ്ക്കൊന്നോ എന്റെ പ്രിയപ്പെട്ടതൊന്നുമില്ല രാധാലക്ഷ്മിക്ക്, വിത്ത് ഓൾ റെസ്പെക്ട്സ് എന്നുള്ളതാണ്. അതുണ്ടായിരുന്നു. കാരണം ഈ തിരക്കഥകളൊക്കെ ആദ്യം വായിച്ചു കേൾക്കുന്ന അമ്മയുടെ സെൻസിബിലിറ്റിയെ പറ്റി അച്ഛന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിൽ അമ്മ പറയുന്ന നല്ല സജഷൻസ് പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. തമ്മിൽ ആകെയുള്ള ഒരു വഴക്ക് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് വിവരമില്ലാന്ന് പറയും. ചില കാര്യങ്ങൾ കൊള്ളുകയും ചില മിക്കവാറും തള്ളുകയൊക്കെ ചെയ്യും. പ്രതിസന്ധി ഘട്ടം അമ്മയ്ക്കുണ്ടായി ആ സമയത്ത്. തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം പെട്ടെന്ന് വരുമാനമില്ലാതാകും. കാരണം അമ്മയ്ക്ക് ജോലി അന്ന് പണ്ടേ രാജിവെപ്പിച്ചാണ്. ജോലി രാജിവെപ്പിച്ചാണ് വീട്ടു നടക്കില്ലായിരുന്നു. നക്ഷത്രകലാകാരൻ ഏതാണ്ട് സമാനമായ സിറ്റുവേഷൻ ഉണ്ട്. അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കല്യാണിക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നത് ഏകദേശം കല്യാണിക്കുട്ടിയുടെ അതേ ഇൻസിഡൻസ് അമ്മയുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഇതുപോലെ കല്യാണം ആലോചിച്ച് പിന്നെ ഒരു ക്യാപ്റ്റൻ വരുന്നത്, ക്യാപ്റ്റനോട് പത്മരാജൻ, അതാണ് പത്മരാജന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി
ഒലിക്കുന്നു അങ്ങനത്തെ അതെ. അതേപോലെ ആ നോവലി പറയുന്ന പോലെയൊക്കെ ഏതാണ്ടൊക്കെ അതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ അന്ന് അത്രയായി കഴിഞ്ഞാൽ പ്രേമമായി എന്നുള്ളതാണ് പറയുന്ന വിഷയം. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമല്ല, പക്ഷെ ഈ കാണാതിരുന്ന 4 വർഷങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ശരിക്കും പ്രേമിച്ചത്. ആ വാശി അതൊക്കെ മൊബൈലൊന്നും ഇല്ലല്ലോ, ഒന്നും കത്തുകൾ എഴുത്തുകള്. അമ്മയുടെ കസിൻ ബ്രദർ ഒരു അമ്മയുടെ ഒരു അനിയനുണ്ട്, മോഹൻ മേനോനാണ് അച്ഛന്റെ കത്തുകൾ കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വീട് തറവാടിന് അപ്പുറത്തുള്ള വേറൊരു വീട്ടിലായിരുന്നു. അദ്ദേഹം ഈ കത്തുകൾ അമ്മയ്ക്ക് ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അതിന്റെ എല്ലാവർക്കും അറിയുന്നതാണ്. അച്ഛന് അടുപ്പുള്ള അമ്മൂമ്മ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ അമ്മൂമ്മ നേരിട്ട് അമ്മയ്ക്ക് കത്ത് എഴുതി, നീ മേടിക്കണത് കുറച്ചുകൂടെ പ്രായമാവട്ടെ. കാരണം അന്ന് അച്ഛൻ കല്യാണം 25 വയസ്സേ ഉള്ളൂ. അച്ഛന്റെ മുകളിൽ 2 കല്യാണം കഴിക്കാത്ത സഹോദരന്മാരും കല്യാണം കഴിക്കാത്ത 2 അനിയത്തിമാരും ഉണ്ട്. അപ്പൊ അച്ഛൻ അന്ന് അമ്മയോട് പറഞ്ഞ് 21ാം വയസ്സിൽ ഞാൻ പോയി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു മുലക്കുപ്പി വാങ്ങിച്ചു തരും. ശരിയാണ്. അന്ന് അമ്മയ്ക്ക് പക്ഷെ 22 വയസ്സായി. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങി. 26ാമത്തെ വയസ്സിലാണ് അമ്മയുടെ 26ാം വയസ്സിലും അച്ഛന്റെ 25ാം വയസ്സിലുമാണ് കല്യാണം. ഇന്നിപ്പം പ്രായമൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ കാലം മാറിപ്പോയില്ലേ. അമ്മയാണോ അമ്മൂമ്മയാണോ പപ്പേട്ടിനെ, അല്ല പപ്പേട്ടിന്റെ അമ്മ, ഇപ്പൊ ഞാൻ പറഞ്ഞ അനന്തപുരപ്പാമ്പിന്റെ അമ്മൂമ്മ, ഇനോ, ഇതിൽ രണ്ടുപേരിലും ഈ ഈക്വൽ സ്വാധീനമായിരുന്നത് അമ്മൂമ്മയാണോ അദ്ദേഹത്തിന്റെ കഥകളിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത്? അമ്മൂമ്മ തന്നെ സംശയം. ആ കാര്യത്തിൽ പിന്നെ അമ്മൂമ്മയോളം സ്വാധീനം വേറെ ആർക്കും ചെലുത്താൻ പറ്റിയിട്ടില്ല. കാരണം ആ അമ്മൂമ്മ പറഞ്ഞു കൊടുത്ത നാട്ടുകഥകളാണ് ഈ പരവാനും ഇതെല്ലാമായി മാറി. അച്ഛന്റെ വലിയ ഉപദേശം ഒരിക്കലും നീ സംവിധായകനാകാൻ ശ്രമിക്കരുതെന്നാണല്ലോ. ലോട്ടറി അടിച്ച സംവിധാനം ചെയ്യൂ. ഇല്ല, ഞാൻ ചെയ്യില്ല. ആ വാക്ക് കിടക്കില്ല, അതവിടെ നിൽക്കട്ടെ. കാരണം ഒരു ബാക്കപ്പ് അതിന്റെ അത് കിടക്കും. നമ്മളത് ചെയ്യേണ്ട പറയുന്ന ഒരു പിൻവലി ഉണ്ടാവും. എഴുതും, എനിക്ക് തീർച്ചയായിട്ടും പണിയെല്ലാം കളഞ്ഞ് എഴുത്ത് മാത്രമാണ്. അങ്ങനെ ഒരു ലോട്ടറി ഇട്ടുകയാണെങ്കിൽ ഞാൻ അത്യന്തിതമായിട്ട് ചെയ്യുന്ന എഴുത്തിലേക്കും വായനയിലേക്കും മാത്രമായിട്ട് സംവിധാനം ഒരുപക്ഷെ ഒരെണ്ണമൊക്കെ എന്റെ ഒരു ആഗ്രഹത്തിൽ അതൊരു ഈ പറഞ്ഞ കരിയർ ആക്കില്ല, കരിയർ ആക്കരുതെന്നാണ് പറഞ്ഞത്. നീ ഒരു ഉപജീവനമാക്കരുത് എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഒരു 5 ചോദ്യങ്ങൾ റാപ്പിഡായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അച്ഛന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? മീൻ. ഏറ്റവും ഇഷ്ടം മീനാണ്. ഫിഷ് മാത്രമായിരുന്നു. അങ്ങനെ വലിയ ഇറച്ചിയോടും അങ്ങനെ വലിയൊരു അഭിപ്രായം. മീനായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട. വളരെ ഫ്രഷ് ആയിട്ട് കിട്ടും. പ്രത്യേകിച്ചും മുതോടത്ത് ചെല്ലുമ്പോൾ ആ മീനിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അവിടുത്തെ വേറൊരു തരം വെപ്പാണ്. ഇഷ്ടപ്പെട്ട കളർ അങ്ങനെ തോന്നിയിട്ടില്ല. എങ്കിലും കൂടുതൽ ഡാർക്ക് കോംപ്ലക്ഷൻ ആയിരുന്നു. ഡാർക്കിനോട് താല്പര്യം കൂടുതലുണ്ട്. ഇട്ടിരുന്നത് കറുത്ത അല്ലെങ്കിൽ കടുന്നീല ജുബ്ബകൾ ആണ് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മഹാത്മാവ് അല്ലെങ്കിൽ ഒരാളെ ഫോളോ ചെയ്തിരുന്നു അദ്ദേഹം? ഏതെങ്കിലും ഒരു പ്രതിപുരുഷനായിട്ടോ ഒരു ഗുരുവായിട്ടോ കണ്ടിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയില്ല. പക്ഷെ പിന്നെ മഹാത്മജിയുടെ പുസ്തകമൊക്കെ എനിക്ക് വായിക്കാൻ എടുത്ത് തന്നത് അച്ഛൻ തന്നെയാണ്. അത് ഒരു ഐഡലായിട്ട് തന്നെ. പ്രത്യേകിച്ച് ഗാന്ധി സിനിമ കാണിക്കുമ്പോഴൊക്കെ ഈ കൂട്ടത്തിൽ അച്ഛനിൽ നിന്ന് പറയുമായിരുന്നു. അത് മറ്റേത് പട്ടേലാണ് ചെറുപ്പത്തിൽ കാണിക്കുമ്പോൾ അച്ഛൻ പറയുന്നു ഓരോരുത്തരേക്കും. അതുണ്ടായിരുന്നു. സിനിമയിൽ അച്ഛനൊക്കെ ഒരു മോഡൽ ശരിക്കും രാമുഖരി ഉണ്ടായിരുന്നു. കാര്യമായിട്ട് മാത്രമായിരുന്നു. കാരണം പുള്ളിയുടെ ഒരു ഷോമാൻഷിപ്പ്, പേഴ്സണാലിറ്റി, വോയിസ് അതൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് അച്ഛനെ കൊണ്ട് എഴുതിപ്പിക്കാൻ കുറെ ശ്രമിച്ചിരുന്നു. ആകാശവാണിയിൽ ഏൽപ്പിച്ച് കൊണ്ടുപോകാൻ അമ്മയുടെ പുസ്തകത്തിലുണ്ട്. പേടിയായിരുന്നു ശരിക്കും കാര്യമായിട്ട് വരുന്നത്. കാരണം അദ്ദേഹം ഒരു സംഘമായിട്ട് വരും. അവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകും വാരിയാണ്. അദ്ദേഹത്തിന്റെ ഇവിടെ കത്തുകൾ ഇരിപ്പുണ്ട്. നക്ഷത്രങ്ങളെയാണ് എനിക്ക് സംവിധാനം ചെയ്യാൻ താല്പര്യമുണ്ട്. അച്ഛനെ എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് ഇറക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അച്ഛനൊന്ന് സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇഷ്ടപ്പെട്ട നടൻ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. ഒന്നിൽ നിർത്താൻ പറ്റില്ല. ഒരുപാട് നടന്മാരെ ഇഷ്ടമാണ്. ഇവരുടെയൊക്കെ നല്ല പ്രൈമിൽ ഇവരുടെയൊക്കെ കൈ കിട്ടി. അതാണ് സത്യം. മലയാളത്തിലെ ഏറ്റവും നല്ല വലിയ നടന്മാർ ഇതുവരെ കണ്ടത് ഒരുപക്ഷെ സത്യനും അച്ഛനുമായിട്ട് വലിയ അടുപ്പമാണ്. അദ്ദേഹം സിനിമകളിൽ ഇല്ല, അപ്പോഴത്തേക്കും മരിച്ചുപോയി. പിന്നെ ഈ അനുഭവങ്ങൾ പാളിച്ചകൾ ഇറങ്ങുന്ന വർഷം തന്നെയാണ് നക്ഷത്രങ്ങളെയാവിന്റെ അവസാനത്തെ ചാപ്റ്റർ സത്യൻ വായിച്ചു കേട്ടിട്ടാണ്
അത് മറ്റേ ഓഫീസിലേക്ക് കുങ്കുമ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇതിന് അയക്കുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് താല്പര്യമായി അച്ഛൻ താമസിച്ചിരുന്ന സ്ഥലത്ത് അദ്ദേഹം വരുമായിരുന്നു. അപ്പൊ വളരെ കൃത്യമായിട്ട് ഈ പുതിയ എഴുത്തുകാരെ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു സത്യം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അത്രയ്ക്ക് താല്പര്യം അനിയനെ പോലെ ആയിരുന്നു. ശിവൻ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശിവൻ സ്റ്റുഡിയോ അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വലിയ താല്പര്യമായിരുന്നു. പിന്നെ ഈ ഭരത് ഗോപി, നെടുമുടി വേണു ഇവരുടെയൊക്കെ ഒരു ആരംഭകാലം തൊട്ട് കാണുന്നത്, തിരുവരങ്ങ് തൊട്ട് കാണുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, വലിയ മഹാനടന്മാര് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ കുറെ കാലം കഴിഞ്ഞിട്ടാണ് വലിയ സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച് അഭിനയിക്കുക എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റിൽ വന്നത്. എനിക്ക് തോന്നുന്ന പപ്പേട്ടിലെ സിനിമകളിൽ പല മഹാനടന്മാരും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. ഇപ്പൊ വേണുചേട്ടനാണെങ്കിലും ഗോപിച്ചേട്ടനാണെങ്കിലും എങ്ങനെ നോക്കിയാലും മത്സരാഭിനയം കൊണ്ട് ആ സിനിമ ആ ഉത്തുംഗ കലാസൃഷ്ടിയായിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇഷ്ടപ്പെട്ട നടി മാധവിയുടെ 2 പടത്തിലെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. ഈ നവംബറിന്റെ നഷ്ടം. അതായത് അവര് ഭയങ്കര വൊറേഷ്യസ് റീഡറായി, ഒരുപാട് വായിക്കും. അപ്പൊ അതിന്റെ ഒരു ഇന്റലിജൻസ് അവർക്കുണ്ട്, ഈ സെൻസിബിലിറ്റിയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ഇംഗ്ലീഷ് നോവൽസ് വായിക്കുമായിരുന്നു അച്ഛന്. പിന്നെ ഞാൻ ആ പുസ്തകത്തിന്റെ ഇത് അയച്ചു തരാം. പോവാൻ നേരത്തെ അച്ഛന് കൊടുക്കുന്ന അന്നത്തെ കാലത്ത് ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു നോവലാണ് തോൺ ബേർഡ്സ്. തോൺ ബേർഡ്സ് അന്ന് 81 തുടങ്ങി ഭയങ്കര സെൻസേഷൻ ആയിരിക്കുന്നത്. അതാണ് എഴുതി കൊടുക്കുന്നത്. അപ്പം ടു മൈ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ അവര് തമ്മിലൊരു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ കഥാപാത്രം അവർ അഭിനയിക്കുമ്പോൾ അതിന് കിട്ടിയ ഒരു പ്രത്യേക ഒരു അധിക എന്താ പറയുക ഒരു ഭംഗി എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ആ കഥാപാത്രമൊക്കെ നവംബർ നക്ഷത്രത്തിലെ മീരയായാലും ഭരതന്റെ ഓർമ്മയ്ക്കായാലും സൂസനെ ആയാലും വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റില്ല. അസാമാന്യ ആക്ട്രസ്. മാധവിയുടെ ഒരു ചാരുത എന്നൊക്കെ പറയുന്നത്, മലയാളിയുടെ ഒരു ചാരുത ശരിക്കും ആ നോട്ടത്തിലും നടത്തത്തിലും അതാണ് ഏറ്റവും ചാരുത, ഏറ്റവും മോഡേൺ ആയിട്ട്. നവംബർ നക്ഷത്രത്തിൽ അവര് ജീൻസും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ലേഡിയാണ്. അതാണ് ഒരു അസാമാന്യ അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു. എനിക്ക് മാധവി ഇപ്പൊ അമേരിക്കയിലുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാണുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്തൊരു പെർഫോമൻസ്. അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. തീരെ ഓടിയിട്ടില്ലെങ്കിൽ പോലും നൊമ്പരത്തിപ്പ് അധികം ഒട്ടും ഓടിയിട്ടില്ല. ഒന്നാമത് അതിനകത്ത് അങ്ങനെ ഒരു മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു കഥയായിരുന്നു. അത് കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഭയങ്കര എനിക്കിപ്പോഴും കാണുമ്പോൾ കണ്ണു നിറയുന്ന ഒരു സിനിമയാണ്. ഭയങ്കര മനുഷ്യത്വമുള്ള ഒരു സിനിമയാണ്. ഇപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. അവസാനമായി അങ്ങയുടെ ഒരു ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഒന്ന് കടന്നാൽ, ഇപ്പോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണല്ലേ ഏഷ്യാനെറ്റ് ആൻഡ് ജിയോ സ്റ്റാർ മലയാളം ഒറിജിനൽസിന്റെ. അപ്പോ ആ അനുഭവം എങ്ങനെയാണ് പോകുന്നത്? ഞാൻ 12 വർഷമായിട്ട് അതും ബൈ ചാൻസ് ബൈ ഡിഫോൾട്ട് ഒക്കെ വന്ന് വീണതാണ്. അച്ഛനും ബൈ ഡിഫോൾട്ട് സംവിധായകനായെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അച്ഛന്റെ സത്രത്തിൽ ഒരു രാത്രി എന്ന് പറയുന്ന അന്ന് അമൃതവർഷം, അച്ഛൻ അമൃതയത്ത് എന്ന് പറയുന്നത് അത് അന്ന് അച്ഛനെ എടുത്തത് തീരെ ഇഷ്ടമായിരുന്നു. വളരെ അച്ഛന് ഇഷ്ടപ്പെട്ട് എഴുതിയ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നെ പക്ഷെ അച്ഛൻ സാധാരണ ഒരു സൂപ്പർ ഹിറ്റ് ആയ ഒരു പടത്തിനെതിരെ കാശ് കൂടുകയാണ്. പക്ഷെ അച്ഛൻ അതിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയും അന്ന് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ശങ്കരൻ നായർ പറഞ്ഞു, എഴുത്തുകാരന്റെ ജോലി എഴുതുക എന്നുള്ളതാണ്, എങ്ങനെ എടുക്കണമെന്നുള്ള സംവിധായകനാണ് അതിന്റെ പിതാവാണ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അച്ഛൻ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അത് നാഷണൽ അവാർഡാണ്. ആ വാശിയാണ്. അല്ലെങ്കിൽ അപ്പച്ചൻ അപ്പോഴൊന്നും എഴുതുന്നില്ല. ഹി വാസ് വെരി കംഫർട്ടബിൾ വിത്ത് ഭാരതൻ ഐ വി ശശി. ഏറ്റവും നല്ല സംവിധായകർ യുവാക്കൾ മോഹൻ അവരുടെയൊക്കെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് കൂടുതൽ എന്ത് വേണം? ഇതിന് കൂടുതൽ സുരക്ഷിതത്വം എന്ത് വേണം? ഇത് വലിയൊരു ഭയങ്കര രക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ഈ സംവിധാനം എന്ന് പറയുമ്പോൾ. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ഒരു പടം പൊട്ടിയാൽ സംവിധായകൻ വീട്ടിൽ ഇരിക്കും, എഴുത്തുകാരന് പിന്നെ എഴുതാൻ ഇത് കിട്ടും. അത് പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം എന്നേ ഉള്ളൂ. ഈ പുതിയ സംവിധായകർക്കും ഇനിയും പഠിക്കാൻ ഏറെയുള്ള സിനിമകളാണ് പപ്പേട്ടൻ്റെത്. ഇപ്പൊ അങ്ങനെ ഈ അച്ഛന്റെ സിനിമകളെ തുടർച്ച ചെയ്യണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ അമരന്റെ തുടർച്ചയാണ്. അല്ല, ഇപ്പൊ ഞാൻ ഇപ്പൊ റീ റിലീസിന്റെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്
ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഏതെങ്കിലും പുതിയ ചർച്ചകൾ നടക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ പടങ്ങൾ? ധാരാളം ചർച്ചകളുണ്ട്. ഞാനത് ഈ റീ റിലീസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും തൂവാനത്തുമ്പികളാണ് എല്ലാവരും പറയുന്നത്. തൂവാനത്തുമ്പികളുടെ പ്രിന്റുകൾ ഒന്നും ഇപ്പം ഇല്ല. അത് വേറെ എവിടെന്നെങ്കിലും എടുക്കണം. അതിനാരെങ്കിലും ഒരാൾ വിലക്കെട്ട് നിൽക്കണം. അതെ അതെ, നമ്മള് ഞാനല്ലല്ലോ ചെയ്യേണ്ടത്, നിർമ്മാതാക്കളും അതുമായിട്ട് അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ. അതെ അതെ, അത് എനിക്കൊന്നും മുന്തിരിത്തോപ്പൊക്കെ ഇപ്പോഴും ഭയങ്കര തീർച്ചയായും മികച്ച ഛായാഗ്രഹണത്തിന് നാഷണൽ അവാർഡ് വാങ്ങിച്ച ഒരു സിനിമയാണ്. അതിപ്പോ റീമാസ്റ്റർ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. അസാമാന്യ ഇതും ക്യാമറയും ജോൺസന്റെ മ്യൂസിക്കും ഒക്കെ കൂടെ രസമായിരിക്കും. ഒരുപക്ഷെ തൂവാനത്തുമ്പികളെ അല്ല, ഇപ്പം സിബി മലയിൽ സാറിന്റെ ഏതാണ് ദേവദൂത് പിന്നെയും ഇറങ്ങിയും വളരെ ഹിറ്റായ വൈശാല മണിച്ചതാഴ്. അതെ അതെ, ഏറ്റവും വില കുറഞ്ഞ ഇതിലാണ് ചെയ്യുന്നത്. എന്നാൽ മനോഹരമായ ക്യാമറ വർക്കായിരുന്നു. അത് റീമാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതിന്റെ ടോൺസും അതിന്റെ ഷെയ്ഡ്സും ഒക്കെ ഭയങ്കര രസമായിരിക്കും 4K വരുമ്പോൾ. തീർച്ചയായും. അവസാനമായ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചോളട്ടെ. പപ്പേട്ടന്റെ പൂർത്തീകരിക്കാത്ത സ്വപ്നം? പൂർത്തീകരിക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അച്ഛനന്ന് മാർച്ചിൽ പിന്നെ രാഗം മൂവീസിന്റെ ഒരു സിനിമ തുടങ്ങാനിരിക്കുകയാണ്. അതായത് ജനുവരിയിൽ മരിക്കുന്നു. മാർച്ച് ഏപ്രിലോട് കൂടി രാഗം മൂവീസ് രാജു ഒരുപാട് കാലത്തിന് ശേഷം അവർ വീണ്ടും മുന്തിരിത്തോപ്പിന് ശേഷം അവര് വീണ്ടും ചെയ്യുന്നത് അച്ഛനിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അവര് വീണ്ടും വന്ന് നിൽക്കുകയായിരുന്നു. അത് ജയറാമിനോടും റഹ്മാനോടും പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു റോയിങ് ടീം, കുട്ടനാട്ടിൽ നിന്ന് പോകുന്ന പെൺകുട്ടികളുടെ ഒരു റോയിങ് ടീം. അതൊരു പുതുമയാണ്. ചക്ദേവ് ഒരു സബ്ജക്റ്റാണ്. അപ്പം അതിന്റെ ഒരു കോച്ച്, ഈ ലേഡീസ് ഇവരുടെ പെൺപിള്ളേരുടെ കോച്ചായിട്ട് റഹ്മാൻ, അതിൽ ഒരു പെൺകുട്ടിയുടെ കാമുകനായിട്ട് ചിത്രകാരനും അല്പം മദ്യപനുമായിട്ടുള്ള ആളായിട്ട് ജയറാം എന്നൊക്കെ പറയുന്ന ഒരു വളരെ ഇപ്പൊ കാര്യം രസമുള്ള സാധനമാണ്. നടന്നില്ല. അതുപോലെ അച്ഛൻ എഴുത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നത്. കാരണം ഈ വീണ്ടും ഈ രണ്ട് നോവലുകൾ വളരെയധികം അംഗീകരിക്കപ്പെട്ടു. പ്രത്യേകിച്ച് പ്രതിമയും രാജകുമാരിയും ആ വർഷത്തെ ഏറ്റവും നല്ല നോവൽ സംഭവമായിട്ട് അപ്പൻ സാറ് മനോരമയിൽ എഴുതി. വിസ്മയിപ്പിക്കുന്ന നോവൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ 5 നോവൽ സംഭവങ്ങൾ എഴുതിയ ഒന്ന് ഇതായിരുന്നു, പ്രതിമയും രാജകുമാരി എന്ന നോവലായിരുന്നു. അത് അച്ഛന് വലിയൊരു അംഗീകാരമായിരുന്നു. മാത്രമല്ല ആ നോവൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം മറ്റേതിന് കിട്ടുന്നതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ ഇതിനാണ് കിട്ടുന്നത്. അപ്പൊ അമ്മയടുത്ത് പറയും, ഞാനിനി ഇടയ്ക്കൊക്കെ ഇവർക്കൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൊടുത്തത് എനിക്ക് വല്ലപ്പോഴും നമുക്ക് തോന്നുമ്പോൾ മാത്രം ഒരു സിനിമ മതിയല്ലോ, അത്യാവശ്യം ജീവിക്കാനുള്ള ഉണ്ടല്ലോ എന്നുള്ള. അങ്ങനെ അച്ഛൻ കടമുണ്ടാക്കിയിട്ടില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള ഉണ്ടാക്കിയിട്ടാണ് അച്ഛൻ. തീരെ ഒരു ദാരിദ്ര്യത്തിലാക്കിയിട്ടല്ല. കടമില്ല. പല സംവിധായകരുടെയും അച്ഛൻ ഒട്ടും കടമുണ്ടാക്കിയിട്ടില്ല. അല്ല, കുറെ സിനിമകൾക്കുള്ള അഡ്വാൻസ് തിരിച്ചു നോക്കാത്ത ഭാഗ്യമായി നമ്മൾ. അതെ, അങ്ങനെ ഒരുപാട് അഡ്വാൻസുകൾ ഉണ്ടായിരുന്നു. എം മണി സാറിന്റെ അന്നത്തെ കാലത്ത് 50,000, 1,00,000 രൂപ വരെ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേര്, അന്ന് 6 പേരുടെ അഡ്വാൻസ് അച്ഛൻ മരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം, 3 അല്ലെങ്കിൽ ഒരു 2-2.5 ലക്ഷം രൂപയോളം അഡ്വാൻസ് ഇനത്തിൽ നടക്കാത്ത പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സിനിമയാകുമായിരിക്കും, പറയാൻ പറ്റില്ല. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹോപ്പ് യു എൻജോയ്ഡ് ദ കോൺവെർസേഷൻ. എൻ്റെ പല ഓർമ്മകളിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞു. നല്ല നിമിഷങ്ങൾക്ക് നന്ദി. പി പത്മരാജൻ മലയാളികളുടെ ഒരു കഥാകാരൻ മാത്രമല്ല, എല്ലാ കലാകാരന്മാരുടെയും ഒരു ഐക്കോണായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള, സിനിമയ്ക്കും സാഹിത്യ ലോകത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. അദ്ദേഹം നമ്മുടെ ഓർമ്മകളിൽ ഇന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് മുൻപിൽ എൻ്റെ എളിയ പ്രണാമം.